നമ്മക്കേ ഇത് ചോക്ലേറ്റ് മുക്കി ഫ്രീസ് ചെയ്ത് കഴിച്ചാലോ? ഓക്കെ ഓക്കെ. ഇതൊക്കെ കഴിഞ്ഞ്, അതായത് ഇതൊക്കെ കഴിഞ്ഞ് ഈ സ്നേഹവും പിടിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ മുടിഞ്ഞടിയാന്നാ പറയുന്നത്, മുടിഞ്ഞടി. ഏതായാലും വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി ബ്ലോഗേഴ്സിനെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ കുറച്ച് റീച്ച് അങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അങ്ങ് വെപ്രാളാണ്. അതായത് ഇനിയിപ്പോഴും തൻ്റെ ചേട്ടായി പണിക്ക് പോകേണ്ടി വരുമോ, അയ്യോ ഇനിയിപ്പോഴും എൻ്റെ ചേട്ടായി എന്ത് ചെയ്യും, ഇനിയിപ്പോഴും ഞങ്ങളെങ്ങനെ അരിവേണിക്കും എന്നുള്ള തരത്തിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വെപ്രാളാണ്. 2 വീഡിയോ താഴെ പോയാൽ മതി ഇവർക്ക് വെപ്രാളം തുടങ്ങും. അപ്പോഴേക്ക് ഇവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ വേറെ ഇവർ കുടുംബത്തിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കും, അടിയും പിടിയും ഒക്കെ ഉണ്ടാക്കും. ഡാനിഷ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ഈ ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവർ വ്യൂസ് കുറയുമ്പോഴേ ഇവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ആദ്യം തന്നെ ഇവരുടെ ചാനൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ചേട്ടാ ഇതൊന്നും ഉണ്ടാക്കി തരുമോ, ചേട്ടാ ഈ ചിക്കൻ ഫ്രൈ ഒന്നും ഉണ്ടാക്കി തരുമോ, ചേട്ടാ ഇതുണ്ടാക്കി തരും എന്നൊക്കെയുള്ള ഒരു ചാനലാണ്. അതായത് വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി വെറുപ്പിക്കുന്ന ചാനൽ വേറെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതായത് അവർ ഭയങ്കരമായിട്ട് വിനയം, നമ്മൾ ജയറാം തോറ്റുപോകുന്ന വിനയമാണ്. നാട്ടുകാരോടൊക്കെ പറയുന്നത്, പണ്ട് ഞായറാഴ്ചയാകാൻ ഞങ്ങൾ കാത്തിരിക്കും അപ്പച്ചൻ 1 കിലോ ഇറച്ചി കൊണ്ടുവരുന്നത് നോക്കിയിട്ട് എന്നൊക്കെയുള്ള വീഡിയോസാണ്. അതായത് പണ്ടത്തെ കാര്യം, ഈ സ്ത്രീക്കാകെ 10-25 വയസ്സേ ഉള്ളൂ. എന്നിട്ടാണ് പറയുന്നത് ഞായറാഴ്ചയാകാൻ ഞങ്ങൾ കാത്തിരുന്ന അപ്പച്ചൻ 1 കിലോ ഇറച്ചി കൊണ്ടുവരുമല്ലോ, അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് തട്ടിപ്പെടലാണ്. അല്ലാതെ ഭാര്യൊന്നുമില്ല. അവിടെ ഇറച്ചിക്കുന്ന ഒരു നമ്മളെന്താ പറയണ്ടത്, 2000-ന് ശേഷം എന്നുള്ള ഇറച്ചിക്കയുടെ വില ക്ഷാമങ്ങാറ്റുണ്ടാ. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റീച്ച് കിട്ടത്തുള്ളൂ. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രസവ സംബന്ധമായിട്ട് ഒരു ഇതൊക്കെ വന്നു. അതിലും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, കുറച്ച് വ്യൂസൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യൂസൊന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് തട്ടിമുട്ടി പോവുകയാണ്. അപ്പോഴാണ് എന്നാൽ പിന്നെ എന്തെങ്കിലും വ്യൂസ് വരാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇന്നലെ ചെയ്തൊരു പരിപാടി എന്താ വെച്ചാൽ, ഭർത്താവിനുമായിട്ടുള്ള തെറ്റൽ. ഇതെൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും, ഇനി ഞാൻ വീഡിയോ ചെയ്യില്ല, ഇനി ഒരു പക്ഷേ ഞാൻ വീഡിയോയിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രഹസനം. ഇതൊക്കെ കേൾക്കുമ്പോൾ, അതായത് അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വ്ളോഗർമാരുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ്, വ്ളോഗർമാരുടെ ജീവിതം നല്ല സുഖമാണ്, വ്ളോഗർമാരുടെ ജീവിതം ഭയങ്കര ഹാപ്പിയാണ്, ഒരു തേങ്ങാക്കൊലിയല്ല എന്ന് ആ സ്ത്രീ പറയുന്നത്. അത് അവരുടെ കയ്യിലിരിപ്പുണ്ടല്ലേ. അതായത് അവരുടെയോ അവരുടെ ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ ഇനി വീട്ടുകാരുടെയും കയ്യിലിരിപ്പ് കൊണ്ട് അവരുടെ പിന്നെന്താ പറയുക, അവരുടെ ജീവിതം ശരിയായിട്ടില്ല എന്നും വിചാരിച്ചിട്ട് ലോകത്തുള്ള എല്ലാവരുടെയും ജീവിതം അങ്ങനെയാവോടോ? ഒരിക്കലുമില്ല. അതായത് ഇവർ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഈ വ്ളോഗ് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും. അതാണ് ഇവരുടെയൊക്കെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ. എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരൻ വല്ല ഗൾഫിൽ ഓടിയായിരുന്നു, പിന്നീട് എന്ന് പറഞ്ഞാൽ വ്ളോഗൊക്കെ ഒന്ന് പച്ച പിടിച്ചപ്പോഴാണ് വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കലും പരിപാടിയെല്ലാം തുടങ്ങിയത്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇത് താഴെ പോയി കഴിഞ്ഞാൽ പിടിച്ചു വെക്കണ്ടേ. അതിനു വേണ്ടിയിട്ട് ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല, പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല, എന്നെ ഇപ്പോഴും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കട്ട നെഗറ്റീവ് വീഡിയോ. അപ്പോൾ ഇത് കേട്ടപ്പോഴും നമ്മളെല്ലാവരും വിചാരിച്ചു ശരി തന്നെ ആയിരിക്കും, ഇനി അതായിരിക്കും, അയ്യോ പാവം എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ പ്രാങ്ക് ചെയ്തതാണ്. ഞങ്ങളങ്ങ് വിശ്വസിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഒരു ആക്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയെ തല്ലുന്നതും ഇതൊക്കെ ഉള്ളത് തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊന്നും പ്രാങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ്റെ ദേഷ്യവും അവൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നല്ല രീതിയിൽ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എങ്ങനെയും ഒന്ന് ഡിവോഴ്സ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ഉടായ്പകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വീഡിയോ ചെയ്ത് ഇപ്പോഴും തന്നെ ജീവിതം കൊഞ്ഞാട്ടിയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും 2 സൈഡിലാകണം. അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാന്ന് ജനങ്ങൾ എന്തെങ്കിലും പറയുമോ? അതാണല്ലോ ഇവിടെ നടക്കുന്നത്. അതായത് ആദ്യമൊക്കെ പാവമായിരിക്കും, പ്യാവമായിരിക്കും, പിന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്താന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെയുള്ള സംഭവമാണ്. 2 പേരും നല്ല രീതിയിൽ വീഡിയോ ചെയ്തൊക്കെ പോകുന്നത്. അവർക്ക് പിന്നീട് തോന്നി പിരിയാമെന്ന്. അങ്ങനെയാണെങ്കിൽ പിരിഞ്ഞൂടെ? അതായത് ഇത്രയും ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു ചെറിയ കാര്യം പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒഴിവാക്കി പോകുന്നതാണ്. ഞാനതേ പറയുള്ളൂ. അതായത് അവൻ്റെ ദേഷ്യവും സങ്കടവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കുവായിരുന്നേ.
അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കുട്ടിച്ചോറായിരിക്കുകയാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ഇവരുടെ ജീവിതമുള്ളത്. ഇവരുടെ ജീവിതം ഇവർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശകോശാക്കിയെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പം ജനങ്ങളെ അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടന്ന് ഇന്നലെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലോട് കരച്ചിലും മെഴുകലോട് മെഴുകലുമാണ്. ഒന്നുമല്ല, അതായത് തൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ ഇതാ ചെയ്യുന്നു അത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു പ്രഹസനം കാണിച്ചു കഴിഞ്ഞാൽ അതായത് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കൂടുന്നു. ഇവർക്ക് കൃത്യമായിട്ടറിയാം. ഇന്നലെ ആ ഒരു വ്യൂസിന് മാത്രം എന്ന് പറഞ്ഞാൽ 100K മുകളിൽ പോയി. എന്തുകൊണ്ടാണ്? ആർക്കും വേണ്ടാതെ 5000 10,000 വ്യൂസുള്ള ഒരു വീഡിയോ ഇന്നലെ ഇങ്ങനെ ചെയ്തപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കയറിപ്പോയപ്പോഴേ ഇനിയിപ്പോഴും ഇവർ സ്ഥിരമാക്കും. അതായത് ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിൽ ശോഭിക്കാൻ വേണ്ടിയിട്ട് ഭർത്താക്കന്മാർ ഒഴിവാക്കുന്ന ഭാര്യമാരുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഭർത്താവ് ഉണ്ടെങ്കിൽ അയാളുടെ കുറ്റം ഒന്നും പറയാൻ കഴിയില്ല. അയാളെ മനഃപൂർവ്വം കുറ്റം പറഞ്ഞ് അയാളെ ഒഴിവാക്കിയിട്ട് സിമ്പതി വാങ്ങിച്ച് പിന്നീട് മറ്റുള്ളവർ സഹായങ്ങൾ ചെയ്യുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് യാതൊരു ഉളുപ്പുമില്ലാതെ വാങ്ങിക്കുന്ന ഒരുപാട് വ്ളോഗർമാരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടാക്കുന്നവരാണ്. അവർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ കുറ്റവും പറഞ്ഞ് അയാളെടുക്കുന്ന നീ അനുഭവിച്ചു, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അയാളൊരു പഞ്ചപാമമായിരിക്കും. പക്ഷേ ഇവരോട് ആരോ പറഞ്ഞിട്ടുണ്ടാവും, ഈ ഭർത്താവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗതിയും പരഗതിയും കിട്ടൂല, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മെല്ലെ ഇവനെ ഒഴിവാക്കിക്കോ, അതാ നല്ലതെന്ന്. അതുപോലെ തന്നെയാണ് ഈ സ്ത്രീയും ചെയ്തത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പ്രാങ്ക് എന്നെല്ലാം പറഞ്ഞാന്ന് വീട്ടുകാരും നാട്ടുകാരും മറ്റേ ബന്ധുക്കളും എല്ലാവരും ഇടപെട്ടപ്പോഴേ അതൊരു പ്രാങ്കാണ് എന്നൊക്കെ പറഞ്ഞാന്ന്. അതിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന രക്തം കണ്ടാൽ തന്നെ നമുക്കറിയില്ലടോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരയലാണ്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആരോ വിളിച്ച് സമാധാനിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പ്രാങ്കോ ഗ്രേങ്കോ ഒന്നും അല്ല, കാര്യമായിട്ട് ചെയ്തത് തന്നെയാണ്. ഇതെന്നും നിത്യമായിട്ട് ആ വീട്ടിൽ ഉണ്ടാകാറുണ്ട്. അതവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ. നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പം തേനെ അടേ ചക്കരെ പാലേ എന്നൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത്. അതൊന്നും പക്ഷേങ്കിൽ സ്വന്തം ജീവിതത്തിലില്ല. അതൊന്നും ജീവിതത്തിൽ ഒരുത്തനും വരുത്തിക്കത്തുമില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു കാലം ഭാര്യ ഭർത്താക്കന്മാർ മാറി നിൽക്കുക, അല്ലെങ്കിൽ കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പിണങ്ങി നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടാനും പിന്നെ സിംഗിൾ മദറാണ് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊക്കെ നാട്ടുകാരെ അറിയിക്കാനുമുള്ള ഒരു വ്യഗ്രതയാണ് ഇതിലൂടെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവറ്റകളുടെ കോപ്രായങ്ങൾ കുറേ കൂടിക്കൂടി വരികയാണ്. ഇവറ്റകൾ മാത്രമല്ല പലരും ഇപ്പോഴും ഈ കോപ്രായങ്ങളുടെ പുറകെ തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിനെ വെല്ലുവിളിക്കരുത്. ഈ സ്ത്രീ ഇപ്പം ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാങ്ക് ആണെങ്കിൽ അവർ ദൈവത്തിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അവരുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞു. അവർക്ക് കിട്ടുന്ന അടികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ഈ ചെറിയൊരു കാര്യത്തിന് വരെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കരമായിട്ട് കോപിക്കുന്ന അവനെ എത്രയും പെട്ടെന്ന് പിടിച്ച് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ താമസിച്ച് കഴിഞ്ഞാൽ നാളെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ ജീവൻ വരെ എന്ന് പറഞ്ഞാൽ അവതാളത്തിലാകും. അതുപോലെയുള്ള ഒരു ടോക്സിക് കെട്ടിയവനാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇന്നലെ മുതൽ എന്ന് പറഞ്ഞത് പ്രാങ്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർ ആവുന്നത്ര കളി കളിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല. ഇന്നെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പൊങ്കാല വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന പോലെയൊന്നും അല്ല. അടേ ചക്കരെ എന്ന് പറഞ്ഞ് എനിക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി തരൂ, ആ ഭക്ഷണം ഉണ്ടാക്കി തരൂ എന്ന് പറയുമ്പോഴും നല്ല ഭർത്താവ്. അത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടൻ അടിയാടോ. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, ഇവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓളെ ജീവിതം നോക്ക്, ഇവൻ്റെ ജീവിതം നോക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് കിട്ടിയ ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് വലുത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കുന്നവരൊന്നും പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ദുഃഖത്തിലാണ്. ഈ സ്ത്രീ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ, ഒരു 10-15 ദിവസമൊക്കെ ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പിരിയും. അമ്മാതിരി ഇതാണ് ഇവർ രണ്ടുപേരും തമ്മിൽ. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സബ് ചെയ്ത് കൂടെ ചേർന്നോ, നമുക്ക് ഒരുമിച്ചങ്ങ് നീങ്ങാം. നന്ദി, നമസ്കാരം.